ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി കടകളിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് തന്നെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ബട്ടറും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. പഞ്ചസാരയും ബട്ടറും നല്ലപോലെ ഒന്ന് ഉരുകിയിട്ട് അലിഞ്ഞിതാ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. നല്ല പത വരും. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കറുത്ത മുന്തിരിയും കുറച്ച് ഡേറ്റ്സും ആണ്. ഇനി തീ നല്ലോണം കുറച്ച് വെക്കുക. ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഇതിൻ്റെ കളറൊന്നും മാറരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ അളവ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഈ ഒരു ലൂസിലാട്ടോ തയ്യാറാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ കട്ടിയാകും. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചതും കൂടിയും ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ ഇത് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചുകൊണ്ട് വന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 കോഴിമുട്ടയും ചേർക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് നല്ലപോലെ തണിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കാൻ. മുട്ടയും നല്ല റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം നോക്കിയെടുക്കാൻ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസും ചേർക്കാം. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഒന്ന് അരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെല്ലാം പോലെ തന്നെ നമ്മളിതാ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബേക്കിംഗ് പേപ്പർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു മാവ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സാധാരണ ഒരു ബോണിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റീൽ പാത്രത്തിൽ. ഇതിൻ്റെ മേലേക്ക് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓവന് ഒന്നും യൂസ് ചെയ്യാണ്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു അലുമിനിയം പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതാണ് അടുപ്പത്ത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഞാനിത് കുക്ക് ചെയ്തത് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഫ്ലെയിമിൻ്റെയും അതുപോലെ പാത്രത്തിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും വേവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റും കൂടി നോക്കിയിട്ട് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതെനിക്ക് റെഡി ആയത്. ഞാനിത് പാത്രത്തിൽ നല്ലോണം തണുത്തതിന് ശേഷം മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ദിവസം കഴിയുന്നതോറും കേക്കിന് രുചിയും കൂടും അതുപോലെ തന്നെ മധുരവും കൂടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.